പേര് സുലൈമാൻ, വരുന്നത് കോഴിക്കോട് നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ ഓതുക എന്നത്. ഇത് ബിദ്അത്താണ് എന്നാണ് ഞങ്ങൾ സുന്നികൾ പറയുന്നത്. എന്നാൽ അത് ബിദ്അത്തല്ലെന്നും അതിന് ഒരുപാട് തെളിവുകൾ ഉണ്ടെന്നും മുജാഹിദുകൾ സ്റ്റേജുകളിലും പേജുകളിലും എഴുതുന്നതാണ്. അതുകൊണ്ട് വളരെ സന്മനസ്സോടുകൂടെ നിങ്ങൾ പറഞ്ഞ നിലക്ക് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പല വേദികളിലും പല ബുക്കുകളിലുമൊക്കെ എഴുതിയതാണ് ഈ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ പാരായണം ചെയ്യുന്നതിന്, ഓതുന്നതിന് ഇജ്മാ ഉണ്ട് എന്ന്. അങ്ങനെ ഒരു ഇജ്മാ ഉണ്ടോ ഇല്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ബഹുമാന്യനായ മുനീർ നിജാത്തി ഗൂഡല്ലൂര് സൂചിപ്പിച്ച പോലെ ഈ പ്രദേശത്തുകാർക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് നാം ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. പക്ഷെ ഗൂഡല്ലൂര് അല്ലെങ്കിൽ ഈ എരുമാട് പ്രദേശത്തെ മുഖാമുഖത്തിലും ചോദ്യം ചോദിക്കാൻ വേണ്ടി ഒരു സംഘം മുസ്ലിയാക്കന്മാർ കോഴിക്കോട് നിന്ന് വണ്ടി കയറേണ്ടി വന്നു എന്നുള്ളത് ഏതായിരുന്നാലും നമ്മൾ ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. ആര് ചോദിച്ചാലും ചോദ്യങ്ങളായാലും മതി, വിരോധമൊന്നുമില്ല. ഏതായിരുന്നാലും ജുമുഅ ഖുത്ബയുടെ ഭാഷയുടെ വിഷയം ചോദ്യകർത്താവ് പറഞ്ഞു, അറബിയല്ലാത്ത ഭാഷയിലുള്ള ഖുത്ബ ബിദ്അത്താണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതല്ല, അത് തെളിവുണ്ട് എന്ന് മുജാഹിദുകൾ പറയുന്നു. എങ്കിൽ അങ്ങനെ ഒരു തെളിവ് അല്ലെങ്കിൽ ഇജ്മാ ഉണ്ട് എന്നാണെങ്കിൽ അങ്ങനെ ഉണ്ടോ, എന്താണ് വസ്തുത എന്നതാണ് സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചോദ്യത്തിൽ വന്ന പരാമർശം തന്നെ അബദ്ധമായ ഒരു ധാരണയിൽ നിന്നാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്നത് ബിദ്അത്താണ് എന്ന് നിങ്ങളെപ്പോലുള്ള മുസ്ലിയാക്കന്മാർ പറയുന്നു എന്നല്ലാതെ, അത് ഈ ആളുകൾ കേട്ട് വിശ്വസിക്കുന്നുവെന്നല്ലാതെ, അഹ്ലുസുന്നയുടെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഖുതുബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അറബിയല്ലാത്ത ഭാഷയിലുള്ള ഖുതുബ ബിദ്അത്താണ് എന്ന ഒരു പരാമർശം അന്വേഷിച്ചിടത്തോളം കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു അഅലം. എല്ലാ കിതാബും നോക്കി എന്നല്ല അവകാശപ്പെടുന്നത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ സഹോദരൻ അടുത്തൊരു സമയത്തെങ്കിലും അങ്ങനെ ആ പറഞ്ഞതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ, അതെവിടെയും കണ്ടിട്ടാണോ പറഞ്ഞത്, ചോദ്യകർത്താവിന് തിരിച്ച് കൂടുതലായി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് അപ്പോൾ വിശദീകരിക്കും. ഞാന് പിന്നെ ഇൽമ എവിടെ പോയി തേടണം നമ്മളൊക്കെ പഠിച്ചത്. അതുകൊണ്ട് നിങ്ങളിപ്പോ എവിടെ പരിപാടി വെച്ചാൽ അവിടെ വെച്ച് ഇൽമ തേടാന്ന് വെച്ചിട്ട് നമ്മൾ വന്ന്, ഇനിയിപ്പോ എന്റെ അടുത്ത് ഇല്ലാത്ത ഇൽമ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലോ, സംഗതി ആദിയായി മുഹാലൊക്കെ ആണെങ്കിലും ചിലപ്പോ ഉണ്ടാവാലോ. അതുകൊണ്ടാണ്. പിന്നെ ഞാനിപ്പോ ചോദിച്ചത് എന്താണെന്ന് നിങ്ങളെല്ലാവരും കേട്ടില്ലേ? ഞാനിപ്പോ ഖുതുബക്ക് എന്താണ് ഖുർആനിന് തെളിവ്, ഹദീസിന് തെളിവ്, അതൊന്നും ഞാനിപ്പോ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത്, നിങ്ങളെ പേജുകളിലൊക്കെ നിങ്ങൾ പുസ്തകങ്ങളിലൊക്കെ എഴുതുന്നതാണ് ഇജ്മാ ഉണ്ട്. ആ ഇജ്മാ ഉണ്ടോ ഇല്ല, അങ്ങനെ ഞാൻ ചോദ്യം അവസാനിപ്പിച്ചത്. ഇജ്മാ ഉണ്ടോ ഇല്ലേ എന്നാ ഞാൻ ചോദിച്ചത്. നല്ല മനസ്സോടെ ചോദിച്ചത്. കാരണം ഇങ്ങനെ ഒരു ഇജ്മാ ഒക്കെ ഉണ്ടെങ്കിൽ ഹർഖുൽ ഇജ്മാ ഹറാം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അൽ ഇജ്മാ മുഖദ്ദമുൻ അല നസ്സീന നമ്മൾ ജമുൽ ജവാമിയിലൊക്കെ ഓതിയിട്ടുള്ളത്. അത്രക്കും വലിയൊരു ഇജ്മാ എന്നുള്ള തെളിവ് ഇതിലുണ്ടെങ്കിൽ എന്നാ പിന്നെ ഇത് എന്തായാലും നമ്മൾ എതിർക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു ഇജ്മാ ഉണ്ടോ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഇവിടെ എഴുതിച്ചത് ഇജ്മാ ഉണ്ട് എന്ന് മുജാഹിദ് പ്രസ്ഥാനം എഴുതി എവിടെയാണ്? ഇങ്ങനെ നിങ്ങൾ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ഇല്ലാന്ന് നിങ്ങൾ പറയണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അറിയിക്കാം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏത് പുസ്തകത്തിലാണ് അങ്ങനെ ഇജ്മാ ഉണ്ട് എന്ന് എഴുതിച്ചത്? അല്ല, അദ്ദേഹം പറയട്ടെ. വിജയിച്ച കക്ഷി എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ നിങ്ങൾ ഇജ്മാ ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഒന്ന് വായിക്കേ. പുസ്തകം എടുത്തിട്ട് തന്നെ വായിക്കാം. അതിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? വായിക്ക്. ഇല്ലേ? അറിയില്ല, നിങ്ങൾ വായിക്കും. നിങ്ങളത് വായിച്ചാളെ. ഏതായാലും ഇൽമ തേടി വന്നാണല്ലോ.
ഇതാണ് ആ ബുക്ക്. വായിക്കും വായിക്കും. ആ ബുക്ക് അതാണ് നിങ്ങൾ വായിക്കി. ഈ ബുക്ക് എന്ന് പറഞ്ഞാല് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ഇവരെ ഇപ്പോ എല്ലാ പുസ്തകമാണ്. അപ്പൊ ഇവര് നേരിട്ടുള്ള പുസ്തകമാണ്. ഇതില് പറയുകയാണ്, പ്രസിദ്ധ ഹനഫി പണ്ഡിതനായ അലാഉദ്ദീനുൽ കാസാനി മരണം ഹിജ്റ 587 തന്റെ ബദാഇഉസ് സ്വനാഇ എന്ന കിതാബിൽ പറഞ്ഞത് കാണുക. ഇദാ തശഹദ ഔ ഖതബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയത്തി ഔ അമ്മന ബിൽ ഫാരിസിയത്തി ഔ സമ്മഅ ഇൻദ ദബ്ഹി ബിൽ ഫാരിസിയത്തി ഔ ലബ്ബ ഇൻദൽ ഇഹ്റാമി ബിൽ ഫാരിസിയത്തി ഔ ബി അയ്യി ലിസാനിൻ കാന യജൂസു ബിൽ ഇജ്മാഇ എന്നൊരു ഇബാറത്ത് കൊടുത്ത് ഒരാൾ പാർസി ഭാഷയിൽ ഷഹാദത്ത് ചൊല്ലുകയോ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കുകയോ അതുമല്ലെങ്കിൽ പാർസിയിൽ ആമീൻ പറയുകയോ ഇഹ്റാമിൽ തൽബിയത്ത് ചൊല്ലുകയോ അറവ് സമയത്ത് ബിസ്മി ചൊല്ലുകയോ ചെയ്താൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്നാണ് ഇതിലുള്ളത്, മറ്റേതെങ്കിലും ആയിരിക്കും ഭാഷയിൽ അവ നിർവഹിച്ചാൽ അത് ഇജ്മാ അനുസരിച്ച് തന്നെ അനുവദനീയമാണ്. ഇങ്ങനെ ഒരു ഇബാറത്ത് ഈ പറയുന്ന കിതാബിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ തയ്യാറുണ്ടോ? ഞാൻ നല്ല മനസ്സോടെ ചോദിക്കാണ്. ഇങ്ങനെ ഒരു ഇബാറത്ത് ഈ ബദായു സനായി എന്ന് പറഞ്ഞ ഇൻഷാദ കാണിച്ചുതരാം. ബദായു സനായില് കാസാനി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇൻഷാദ കാണിച്ചുതരാം. കിതാബ് ഇപ്പോഴില്ല, ഇൻഷാദ കാണിച്ചുതരാം. എന്തായാലേ പിന്നെന്താ, നിങ്ങൾ കിതാബ് നോളി, നിങ്ങൾ കിതാബ് ഞങ്ങൾ വായിച്ചുതരാം. നിങ്ങൾ കിതാബ് എടുത്തോളി. ബദായു സനായില് ഇമാം കാസാനിയുടെ കിതാബ് കൊണ്ടുവന്നോളി, അത് കാണിച്ചുതരാം. അത്രയുള്ളൂ. അത് ഉറപ്പല്ലേ ഉണ്ട്. ഞങ്ങൾ കിതാബ് കൊണ്ടേ നിങ്ങൾ ബദായു സന എടുത്തോന്നോളി, ഞാൻ കാണിച്ചുതരാം. ബദായു സ്വനാഇ എന്ന കിതാബ് നിങ്ങൾ കൊണ്ടുവന്നോളി, അത് കാണിച്ചുതരാം. ഒരു സംശയമില്ല. ആ കാണിച്ചു തന്നത് എന്താ ബേജാറ്? നിങ്ങൾ കിതാബ് കൊണ്ടുവന്നോളി, നിങ്ങൾ എന്തിനാ ബേജാറാണ്? ബദായു സ്വനാഇ എന്ന കിതാബിൽ ഇമാം കാസാനി പറഞ്ഞത് കാണിച്ചുതരാം. ആ മുസ്ലിം നിർത്തിക്കളി ആ പണിയൊക്കെ ഇവിടെ അറിയാം. ഇൽമ് തേടി വന്നതാണെങ്കിൽ ഇതല്ല പണി. ആയിക്കോട്ടെ, നിങ്ങൾ കിതാബ് കൊണ്ടുവരീന്, നിങ്ങൾ ആ കിതാബ് കൊണ്ടുവരി കാണിച്ചുതരാൻ. നിങ്ങൾ കാസാനിയുടെ ബദായു സ്വനാഇ കൊണ്ടുവരുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് കാണിച്ചുതരാം. അതല്ലേ നിങ്ങൾ അഡ്രസ് ഒന്നോളി, നിങ്ങൾ കിതാബ് കൊണ്ടുവരും. അത് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? മുസ്ലിം നിർത്തിക്കാളി, അതൊക്കെ നിർത്തിക്കാളി. ശരി ശരി ശരി, ആയിക്കോട്ടെ. എന്തിനാ മുസ്ലിം ഇതൊക്കെ? എന്തിനാ ഈ ഒച്ചപ്പാടൊക്കെ? നിങ്ങൾ ഉള്ളത് പറഞ്ഞോളി. എന്നാ വായിച്ചോളി. നിങ്ങൾ അള്ളാഹു അക്ബർ തന്നെയാണ്, സംശയമൊന്നുമില്ല. അള്ളാഹു അക്ബർ തന്നെയാണ്. മുസ്ലിദ്ദീനാണ് കോഴിക്കോട് നിന്ന് കയറിയത് അല്ലേ? ഈ പണിക്കാള് കോഴിക്കോട് നിന്ന് വണ്ടി ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് അതൊക്കെ അറിയാം. നിങ്ങൾ ഇൽമ് തേടി വരികയാണോ നുൽമ് തേടി വരികയാണോ എല്ലാവർക്കും അറിയാം. ഈ ഏർപ്പാനാണ് കോഴിക്കോട് നിന്ന് കയറിയത്. അതൊക്കെ പറയും, അതൊക്കെ പറയേണ്ടി വരും, അതൊക്കെ പറയണ്ടേ. നിങ്ങൾ നിർത്തിക്കാളി, നിങ്ങൾ എഴുന്നോളി. നിങ്ങൾ കോട്ടിട്ടുകൊണ്ട് ആളെ തിരിയാക്കൊന്നുമില്ല, അവിടെ നിർത്തിക്കാളി. അവിടെ ആ വക പണിന് ആവശ്യമില്ല. മാന്യമായി ന്യായമായി ചോദിച്ചോളി, അതല്ലേ പറയാനുള്ളത്. അതുകൊണ്ട് ആ വക തട്ടിപ്പ് നിർത്തുക. നിങ്ങൾ വിചാരിച്ചെന്താ തൽക്കാലത്തേക്ക് ചോദിച്ചു ഒച്ചപ്പാടുണ്ടാക്കി ബഹളുണ്ടാക്കി ഇതൊന്നും മര്യാദയ്ക്ക് നടക്കാൻ പാടില്ല എന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത്. ആ വക പണി നടക്കൂല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ളതേ എഴുതിയിട്ടുള്ളൂ, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറുതെ എഴുതി പഠിപ്പിക്കുന്ന ആ ശൈലി ഞങ്ങൾക്ക് ഏതായാലും ഇല്ല എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഞാൻ ഉണ്ടെങ്കിൽ വായിച്ചോളി, നിങ്ങൾ ഉണ്ടെങ്കിൽ വായിച്ചോളി. നിങ്ങൾ നിർത്തുമ്പോ ചോദിച്ചു പോയാലേ നിങ്ങൾ ഇരുന്നോളി, നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. നിങ്ങൾക്ക് ബേജാർ എന്തിനാന്ന്? സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇരിക്കി, എല്ലാരും ഇരിക്കി. നമ്മുടെ പ്രവർത്തകരും മറ്റുള്ളവരെല്ലാരും ഇരിക്കി, എല്ലാവരും ഇരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു നസീഹത്തിന്റെ വേദിയാണ്, ദീന് ചർച്ച ചെയ്യുന്ന വേദിയാണ്. നിങ്ങൾക്ക് ചോദ്യകർത്താവിന്റെ മുന്നിൽ പറയുന്നത് കേൾക്കി. ചോദ്യകർത്താവിന്റെ മുന്നിൽ മൈക്ക് വെച്ചിട്ട് നമ്മുടെ പ്രവർത്തകൻ ഇരിക്കുന്നുണ്ട്. ചോദ്യകർത്താവിന്റെ കയ്യിൽ ഇപ്പൊ ലാപ്പുണ്ട്. വായിക്കാനുള്ളത് അദ്ദേഹം വായിക്കട്ടെ, മറ്റുള്ളവരുടെ ശബ്ദം അടക്കട്ടെ. നിങ്ങൾ വായിച്ചോളി.
മക്തബത്ത് ഷാമിൽ ഉണ്ടല്ലോ, നിങ്ങൾ വായിക്കും. മക്തബത്ത് ഷാമിലയിൽ ഞാൻ കിതാബ് എടുത്തിട്ടുണ്ട്. വായിച്ചോളൂ. ഈ കിതാബ് ഞാൻ വായിക്കല്ല, നിങ്ങളാണ് ഈ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഇബാറത്തും ഈ ബദായു സനായി എന്ന് പറഞ്ഞ കിതാബിൽ നിങ്ങൾ കാണിച്ചു തരണം. കാരണം നിങ്ങളെ പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയതാണ്. ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. കിതാബ് ഞങ്ങൾ തരാം. നിങ്ങൾ പല സ്റ്റേജിൽ നിന്നും കിതാബ് ചോദിച്ചപ്പോ നിങ്ങളെ വിശ്വാസമില്ല, കിതാബ് തരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അത് പറയണില്ല. ഞങ്ങൾ രണ്ടാൾക്കാർ വന്ന് കിതാബ് കാണിച്ചു തരും. നിങ്ങൾ അതിൽ നിന്ന് ആ ഇബാറത്ത് ഒന്ന് വായിച്ചു തരണം. ഈ പുസ്തകത്തിൽ എഴുതിയ ഇബാറത്ത് നിങ്ങൾ വായിച്ചു തരണം. നിങ്ങളെ മക്തബത്ത് ഷാമി ഉണ്ടല്ലോ കയ്യില്, വായിച്ചോളി. വേണ്ട ഇവനുണ്ട്. നിങ്ങളിപ്പോ എന്താ വായിക്കുന്നുണ്ടോ? മുസ്ലിം നിങ്ങൾ വായിക്കി. അവിടെ നോളി. മൂപ്പര് വായിക്കട്ടെ. വായിച്ചോളി. മക്തബത്ത് ഷാമി ഉണ്ടല്ലോ. ശരി കിട്ടിയിരിക്കുന്നു. ശരി, മുസ്ലിയുടെ കയ്യിൽ മക്തബത്ത് ഷാമിലുണ്ട്. മുസ്ലിയുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്. ലാപ്ടോപ്പിൽ ആ കിതാബുണ്ട്. ശരി, ആ കിതാബ് നിങ്ങൾ വായിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ പുസ്തകത്തിൽ കൊടുത്ത ഇബാറത്ത് മക്തബത്ത് ഷാമിലയിലെ ബദായു സനായിൽ ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ വായിക്കും? ഞാൻ വായിച്ചാ ഇതിലില്ല, പിന്നെ ഞാൻ എങ്ങനെ വായിക്കും? ഞാൻ വായിച്ചാ ഇതാണ് മക്തബത്ത് ഷാമില. അത് അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ കോഴിക്കോട് നിന്ന് വണ്ടി കയറി ഇൽമു തേടി വന്ന മുസ്ലിയാരെ വാദം കിതാബിലില്ല എന്നാണ്. ഞങ്ങൾ ഇറക്കിയ പുസ്തകം അത് ഇൽമു തേടി അതിനൊക്കെ ഉണ്ടാവും. ഇതാണ് നിങ്ങൾ പറഞ്ഞ ബുക്ക് വിജയിച്ച കക്ഷി എന്ന ബുക്ക് ഇതാണല്ലോ. തന്നെ ആയിക്കോട്ടെ. അതൊക്കെ നല്ല ഇന്ന് വായിച്ചോക്കെ നല്ലതൊക്കെ. ഈ ബുക്കില് 92-ാമത്തെ പേജ് അതിൽ കൊടുത്ത വാചകമാണ് നിങ്ങൾ ഞാൻ ആദ്യം ബുക്കിൽ നിന്ന് വായിക്കാം, പിന്നെ മക്തബത്ത് ഷാമിലിൽ നിന്ന് വായിക്കാം. ഈ കിതാബിൽ പറയാം, ഇദാ തശഹദ ഔ ഖതബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയ്യത്തി ഔ അമ്മന ബിൽ ഫാരിസിയ്യത്തി. ഇതിലുള്ള വായിക്കും ഉസ്താദ്. നിങ്ങൾ ചാടല്ലേ, എന്താപ്പത് ഇങ്ങനെ ഇൽമു തേടി വരല്? ഔ അമ്മന ബിൽ ഫാരിസിയ്യത്തി ഔ സമ്മ ഇൻദ ദബ്ഹി ബിൽ ഫാരിസിയ്യ ഔ ലബ്ബ ഇൻദ ഇഹ്റാം ബിൽ ഫാരിസിയ്യ ഔ ബിഅയ്യി ലിസാനിൻ കാന യജൂസു ബിൽ ഇജ്മാഇ. ഇതാണ് ഈ ബുക്കിൽ കൊടുത്ത വാചകം. അതിന്റെ അർത്ഥം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ അല്ലാത്തവരുണ്ടല്ലോ ഇവിടെ, നിങ്ങൾക്ക് മാത്രം തിന്നാ പോരല്ലോ. ഇദാ തശഹദ, ഒരാള് തശഹുദ് നിർവഹിച്ചാൽ, അല്ലെങ്കിൽ ഷഹാദത്ത് നിർവഹിച്ചാൽ, ഔ ഖതബ, അല്ലെങ്കിൽ ഖുത്ബ നിർവഹിച്ചാൽ, യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം, ബിൽ ഫാരിസിയ്യ, പേർഷ്യൻ ഭാഷയിൽ, ഔ അമ്മന ബിൽ ഫാരിസിയ്യ, അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷയിൽ ആമീൻ പറഞ്ഞാൽ, ഔ സമ്മ ഇൻദ ദബ്ഹി ബിൽ ഫാരിസിയ്യ, അല്ലെങ്കിൽ മൃഗത്തിന് അറുക്കുമ്പോൾ പേർഷ്യൻ ഭാഷയിൽ ബിസ്മി ചൊല്ലിയാൽ, ഔ ലബ്ബ ഇൻദൽ ഇഹ്റാമി ബിൽ ഫാരിസിയ്യ, അല്ലെങ്കിൽ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം നിർവഹിക്കുമ്പോൾ പേർഷ്യൻ ഭാഷയിൽ തൽബിയത്ത് ചൊല്ലിയാൽ, ഔ ബിഅയ്യി ലിസാനിൻ കാന, അതല്ലെങ്കിൽ മറ്റേതു ഭാഷയിലായാലും ശരി, യജൂസു, അത് അനുവദനീയമാകും, ബിൽ ഇജ്മാഇ, ഇജ്മാഉ പ്രകാരം. അതാണ് ഈ പുസ്തകത്തിൽ കൊടുത്തത്. ഇനി കിതാബ് എന്ന് വായിക്കാം. ഇദാ തശഹദ, ഇവിടെ തുടങ്ങിയ തന്നെ ഇദാ തശഹദ ഔ ഖതബ, അല്ലെങ്കിൽ ഖുത്ബ നിർവഹിച്ചാൽ, യൗമൽ ജുമുഅത്തി, ജുമുഅ ദിവസം, ബിൽ ഫാരിസിയ്യ, പേർഷ്യൻ ഭാഷയിൽ, വലൗ അമ്മന ബിൽ ഫാരിസിയ്യ. ഈ ബുക്കിൽ ഇതിപ്പോ ഔ അമ്മന ആയിട്ടുണ്ട്, ഇതിന് വലൗ ആയിട്ടുണ്ട്. അർത്ഥം മാറുന്നില്ലല്ലോ. ഇതിനെന്താ ആയിക്കോട്ടെ, കുഴപ്പമില്ല. വലൗ അമ്മന, ഇനി ആമീൻ ചൊല്ലിയാലും അതിനെ മാറുക. ഇത് പ്രകാരം എന്താണ്? ഔ അമ്മന, അല്ലെങ്കിൽ മുസ്ലിയാരെ ഒന്ന് കേൾക്കി മുസ്ലിയാരെ. ഇതിന് പറഞ്ഞ എന്താ? ഔ അമ്മന, അല്ലെങ്കിൽ ആമീൻ പറഞ്ഞാൽ. ഇതിലുള്ളത് വലൗ അമ്മന, ആമീൻ പറഞ്ഞാലും. അതല്ലുള്ളത്. അതുകൊണ്ട് ഖുത്ബ പോണില്ലല്ലോ. എന്നിട്ട് ഔ സമ്മ, അല്ലെങ്കിൽ ബിസ്മി ചൊല്ലി, ഇൻദ ദബ്ഹി, അറുക്കുന്ന സമയത്ത്, ബിൽ ഫാരിസിയ്യ, പേർഷ്യൻ ഭാഷയിൽ, ഔ ലബ്ബ, അല്ലെങ്കിൽ തൽബിയത്ത് ചൊല്ലി, ഇൻദൽ ഇഹ്റാമി, ഇഹ്റാമിന്റെ സമയത്ത്, ബിൽ ഫാരിസിയ്യ, പേർഷ്യൻ ഭാഷയിൽ, ഔ ബിഅയ്യി ലിസാനിൻ കാന, അല്ലെങ്കിൽ ഏതു ഭാഷയിലായാലും ശരി, യജൂസു, അനുവദനീയമാണ്, ബിൽ ഇജ്മാഇ, ഇജ്മാഉ പ്രകാരം. ഇതിനുശേഷം വലു അദ്ദന ബിൽ ഫാരിസിയ്യ, പേർഷ്യൻ ഭാഷയിൽ ബാങ്ക് വിളിച്ചാൽ എന്നുകൂടി ശേഷം പറയുന്നു. അപ്പൊ ഏതായിരുന്നാലും
ഇബാറത്ത് കിതാബിലുണ്ട്, ഈ ബുക്കിൽ വന്നപ്പോ വലൗ എന്ന സ്ഥലത്ത് ഔ എന്നായിട്ടുണ്ട്. അത് ശരിയാ. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, അള്ളാഹു നമുക്കറിയില്ല. ഇതല്ലാത്ത വേറെ പ്രശ്നമില്ലല്ലോ, ഖുത്ബന്റെ വിഷയമുണ്ട്. അപ്പൊ ഏതായിരുന്നാലും എന്തായി? തശഹുദു ഔ ഖത്ബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയ്യ, പേർഷ്യൻ ഭാഷയിൽ വെള്ളിയാഴ്ച ദിവസം ഖുത്ബ നിർവഹിച്ചാൽ എന്നാണ്. ഇനി വലൗ അമ്മന, ആമീൻ പറഞ്ഞാലും ശരി. അപ്പൊ ഏതാണ്? എന്ത് കിട്ടി? കിതാബിലുള്ളത് ഇതിലേക്ക് വന്നപ്പോ ഏതോ ഒരു പ്രിന്റിംഗുകാരന്റെ പ്രസ്സുകാരന്റെയോ ഒരു അബദ്ധം കൊണ്ട് വലവ് എന്നുള്ളത് ആവുന്നായിട്ടുണ്ട്. അതല്ലേ പ്രശ്നമുള്ളൂ. ഇവിടെ എന്താ വിഷയം? നമുക്ക് ഇതന്നെ കിട്ടേണ്ടത് ഈ സൈസ് തന്നെ. എല്ലാരും ശ്രദ്ധിക്ക്. ശരി, ഇവിടെ എല്ലാരും ശ്രദ്ധിച്ചോളി. നിങ്ങൾക്ക് മൈക്ക് തരാം, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് മൈക്കാണ്ട് തരാം. ഏയ് മുസ്യാരെ നിങ്ങൾക്ക് മൈക്കാണ്ട് തരാം. നിങ്ങൾ പറഞ്ഞോളി, അത് കഴിഞ്ഞിട്ട് പറഞ്ഞോളി. നിങ്ങൾക്ക് മൈക്കാണ്ട് തരാന്ന്, നിങ്ങൾ എന്താ ബേജാറാണ്? ഇത് കഴിഞ്ഞിട്ട് മൈക്ക് തരാം, നിങ്ങൾ അപ്പൊ പറഞ്ഞോളി. അപ്പൊ യഥാർത്ഥത്തില് ബദാഇഉസ്സനാഇഇല് ഇമാം കാസാനിയുടെ ചർച്ച എന്താ അറിയോ? വിശുദ്ധ ഖുർആൻ പാരായണം മുതൽ ഇങ്ങോട്ട് ഓരോ വിഷയവും അറബി ഭാഷയിൽ തന്നെ വേണോ, അതല്ല അല്ലാത്ത ഭാഷ പറ്റുമോ? അതാണ് അവിടുത്തെ ചർച്ച. അപ്പൊ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അറബി ഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയിൽ ഓതിയാൽ അവിടെ ഖിറാഅത്തായി പരിഗണിക്കുമോ? അതിൽ വന്ന ഖിലാഫ് ആദ്യം പറഞ്ഞു. അവിടെ പരിഗണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞവരും പറ്റില്ലെന്ന് പറഞ്ഞവരും, പറ്റില്ല എന്ന് പറഞ്ഞവർ അത് ന്യായവും മേലെ പറഞ്ഞു. അതെന്താ? അറബി ഭാഷയിലാകുമ്പോഴേ ഇഴ്ജാസ് ഉണ്ടാവുകയുള്ളൂ, അമാനുഷ്യത ഉണ്ടാവുകയുള്ളൂ. മറ്റ് ഭാഷയിലാകുമ്പോൾ അമാനുഷ്യത ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ലക്ഷ്യം നേടുകയില്ല. എന്നാൽ തിരിച്ചുള്ള പറഞ്ഞു, അത് എന്നാലും പ്രശ്നമില്ല, കാരണം ഓതാനാണല്ലോ കൽപ്പനയുള്ളത്, ഇഴ്ജാസ് ഉള്ളത് ഓതണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ചെറിയ രൂപത്തിലൊക്കെയാണെങ്കിൽ മറ്റു ഭാഷയിലെ ഖിറാഅത്ത് പോലും അനുവദനീയമാണ് എന്ന് പറഞ്ഞവര് പറഞ്ഞു. ആ ഖിലാഫ് പറഞ്ഞിട്ട് പിന്നെ പറയാ വഅലാ ഹാദൽ ഖിലാഫി വലൗ തശഹദ എന്ന് തുടങ്ങുന്നതിന് മുമ്പത്തെ വാചകം അതാണ്. പറയേണ്ട ആവശ്യമില്ല, ഇതിന് മുമ്പത്തില്ലല്ലോ. അതിന്റെ ബാക്കില് 4-5 വാള്യം പാറുണ്ട്, അതിനു മുമ്പ് 4-5 വാള്യം പാറുണ്ട്, അതൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തൊട്ട് മുമ്പ് പറഞ്ഞ വാചകം അതാണ്. വഅലാ ഹാദൽ ഖിലാഫി, ഈ ഖിലാഫ് പ്രകാരം. ഏത് ഖിലാഫ്? ഖുർആനോത്തിൽ പറഞ്ഞ ഈ ഖിലാഫ്. ഈ അതിന് കൂടെ തന്നെ പറഞ്ഞ തൗറാത്ത് ഇൻജീൽ പോലുള്ളതിൽ നിന്ന് തഹരീഫ് ചെയ്യപ്പെട്ടതല്ല, മാറ്റി തിരുത്തപ്പെട്ടതല്ല എന്ന് ബോധ്യമുള്ള സംഗതി ഓതുന്നതിനെ പറ്റിയുള്ള ചർച്ചയും പറഞ്ഞു. എന്നിട്ട് പറയാവോ അലാ ഹാദൽ ഖിലാഫി, ഈ ഖിലാഫ് പ്രകാരം ലൗ തശഹദ ഔ ഖതബ യൗമൽ ജുമുഅ, തശഹുദോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഖുത്ബയോ ഒരാൾ നിർവഹിച്ചാൽ, വലൗ അമ്മന, ഇനി ആമീൻ പറഞ്ഞാലും ഏതില്? ബിൽ ഫാരിസിയ, പേർഷ്യൻ അല്ല കിതാബുള്ളത്. അതാ കിതാബുള്ളത്. ഇപ്പൊ ബേജാറുണ്ടല്ലേ? അത് ശരി. വലൗ അമ്മന ബിൽ ഫാരിസിയ, പേർഷ്യൻ ഭാഷയില് ആമീൻ പറഞ്ഞാലും, ഔ സമ്മ ഇൻദ ദബ്ഹി ബിൽ ഫാരിസിയ, അല്ലെങ്കിൽ അറുക്കുന്ന സമയത്ത് പേർഷ്യൻ ഭാഷയിൽ ബിസ്മി ചൊല്ലിയാലും ശരി. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാ, ഇതൊക്കെയാണെങ്കിലും ഔ ബി അയ്യി ലിസാനിൻ കാന, പേർഷ്യൻ ഭാഷ തന്നെ ആകണമെന്നില്ല. ഔ ബി അയ്യി ലിസാനിൻ കാന, അല്ലെങ്കിൽ ഏതു ഭാഷയായാലും ശരി. മലയാളം പറ്റും, ഇംഗ്ലീഷും പറ്റും, ഈ കാന്തപുരത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ചെയ്യുന്നമായി ഉറുദുവിലും പറ്റും. ഏത് നടത്തിയാലും ശരി, ഏതു ഭാഷയാണെങ്കിലും ശരി, യജൂസു ബിൽ ഇജ്മാഇ, ഇജ്മാഉ പ്രകാരം അത് അനുവദനീയമാകും എന്ന് ബദാഇഉസ്സനാഇഇൽ ഇമാം കാസാനി രേഖപ്പെടുത്തിയത്. അത് അങ്ങനെ തന്നെ എടുത്തു കൊടുത്തു. അത് ഇനി പ്രിന്റിംഗില് വലൗ എന്ന സ്ഥലത്ത് ഔ എന്നായിട്ടുണ്ട്, അത് നമുക്ക് എന്ത് തിരുത്തേണ്ടതാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഒരു സംശയമില്ല. അതൊരു സംശയമില്ല. പക്ഷെ അതുകൊണ്ട് എന്ത് കിട്ടണില്ല? അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്, നല്ല കാര്യം. പക്ഷെ അതുകൊണ്ട് എന്ത് കിട്ടണില്ല? അതുകൊണ്ട് വലൗ ഔ ഖതബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയ എന്ന വാചകം ഉണ്ടല്ലോ. ഔ ഖതബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയ, വെള്ളിയാഴ്ച ദിവസം പേർഷ്യൻ ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചാൽ
എന്ന് പ്രത്യേകം പറഞ്ഞല്ലോ. അപ്പോൾ പേർഷ്യൻ ഭാഷയെ ഖുതുബ നിർവഹിക്കാന്ന് കിട്ടി, പേർഷ്യൻ ഭാഷയെ തശഹുദ് പറ്റുന്ന കിട്ടി, പേർഷ്യൻ ഭാഷയിൽ ബിസ്മി ചൊല്ലാന്ന് കിട്ടി, പേർഷ്യൻ ഭാഷയിൽ അറക്കുന്ന സമയത്തുള്ള തസ്മീത്ത് പറ്റുമെന്ന് കിട്ടി. ഇനി പേർഷ്യൻ ആകണമെന്നില്ല. ഔ ബി അയ്യി ലിസാനിൻ കാൻ, മറ്റേത് ഭാഷയാണെങ്കിലും ശരി, യജൂസു ബിൽ ഇജ്മാഅ്, ഇജ്മാഅ് പ്രകാരം അത് ജായിസാണ്. നിങ്ങൾ പറഞ്ഞോളൂ. ഇനി മുസ്ലിം പറയട്ടെ. സഹോദരങ്ങളെ, ഒരു മിനിറ്റ്. നമ്മളൊക്കെ അറബി കോളേജ് പഠിച്ചതും സ്കൂളിലൊക്കെ പഠിച്ചതും മാന്യത പുലർത്താനാണ്. അത് ഒരു മിനിറ്റ്, അതെല്ലാം പാലിച്ചുകൊണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇതാ ഇവിടെ ഈ നാട്ടിലെ ഒരു പ്രവർത്തകൻ 2 ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിലെ ഒരു പ്രവർത്തകൻ 2 ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ശേഷം മറ്റുള്ളവരുടെ ചോദ്യമാണ് പരിഗണിക്കുക. പൂർത്തിയാക്കും, വിഷയങ്ങളെ പൂർത്തിയാക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ നാട്ടിലുള്ള വ്യക്തികളുടെ, ഈ നാട്ടിലുള്ള പ്രവർത്തകരുടെ ചോദ്യത്തിനാണ് മുൻഗണന എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ മാന്യതയോടെ ഉസ്താദുമാരിരിക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഇരുന്നിട്ട് ഇതാ ഈ നാട്ടിലെ ഒരു സഹോദരൻ ചോദ്യം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യത്തെ പരിഗണിക്കുകയാണ്. അദ്ദേഹം ഒരു ചോദ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താ ഉസ്താദുമാർക്ക് ഇത്ര ബേജാറ്? ഒന്നിരുന്നിട്ട് ഇരിക്കട്ടെ. നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്? ഉസ്താദുമാരെന്തിനാ ബേജാറാകുന്നത്? ഇല്ലല്ലോ, എന്നാ ഇരിക്കി. ബേജാറില്ലെങ്കിൽ ഇരിക്കി. ഈ നാട്ടിലെ സഹോദരന്റെ ചോദ്യം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിട്ടുതരാം. അദ്ദേഹം പറയട്ടെ, വേണ്ട എന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം വളരെ മാന്യതയോടെ ഒരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞ്, വളരെ നസീഹത്തോടുകൂടി ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞു വന്ന വ്യക്തിയോട് നിങ്ങൾ കാണിക്കുന്ന നിലപാട് ഇതാണോ ഉസ്താദുമാരെ? നിങ്ങൾ അറബി കോളേജുകളിൽ നിന്ന് പഠിപ്പിച്ചത് ഇതാണോ? നിങ്ങൾ കൃത്യമായി തിരിച്ചറിയൂ പ്രവർത്തകരെ. പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടതല്ല എന്ന് കൂടി അതിലെ കൂട്ടി സൂചിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ച വിഷയം പൂർത്തിയായിട്ടില്ല. കാരണം ഫൈസൽ മൗലവി പറഞ്ഞതുപോലെയാണ് ആ ഇബാറത്ത് അതിന്റെ അർത്ഥമെങ്കിൽ ഞാനിവിടെ ഒരു പ്രശ്നം ആക്കൂലായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഈ വിഷയം ചർച്ച ചെയ്ത് പൂർത്തിയാകാൻ എനിക്ക് സമയം തരുമെന്നാ. എന്നാലേ ഇവിടെ നിന്നിട്ട് കാര്യമുള്ളൂ, അല്ലേ പോണല്ലോ. എത്ര സമയം വേണ്ടിവരും ഇത് പൂർത്തിയാവുന്നത് വരെ? എത്ര സമയം? നേരം മുഴുവൻ തരാൻ പറ്റില്ല. ഇല്ല, അതുണ്ടാവില്ല. സമയം പറഞ്ഞോളി. എത്ര സമയം വേണം? നിങ്ങൾ എത്ര സമയം വേണം? ഞാൻ ചോദിക്കാം. സമയം പറഞ്ഞോളി. എത്ര സമയം വേണം പറയും. നിങ്ങൾ പറഞ്ഞാൽ സമയം തരുമെന്ന്. ഇതിപ്പോ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ വേറെ വിഷയങ്ങളൊക്കെ പറയും. അതത്ര നീണ്ടുവന്ന് എനിക്ക് വേറൊന്നുണ്ട് ശരിയല്ലേ? കുറെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നതൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര സമയം വേണം പറഞ്ഞോളി. ഒന്നും വേണ്ട. നിങ്ങൾക്ക് എത്ര മിനിറ്റ് വേണം? എനിക്കിപ്പൊ ഇത് സംസാരിക്കാൻ ഒരു 10 മിനിറ്റ് വേണം. പറഞ്ഞോളി. അപ്പോ ഇവിടെ 2 കളവുകളാണ് നടത്തിയിട്ടുള്ളത്. ഒന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തിൽ ഇവിടെയുള്ള ഇബാറത്ത് വഅലാ ഹാദൽ ഖിലാഫി ഇദാ തശഹദ ഔ ഖതബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയത്തി ഔ അമ്മന ബിൽ ഫാരിസിയത്തി എന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിലുള്ള ഈ ഇബാറത്ത് വഅലാ ഹാദൽ ഖിലാഫി ഇദാ തശഹദ ഔ ഖതബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയത്തി അവിടെ കഴിഞ്ഞു. ഈ ഖിലാഫ് അനുസരിച്ച് അതിനു മുമ്പ് ഒരു ഖിലാഫ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഹാദയുടെ ഇഷാറത്ത് അങ്ങോട്ടാണ് പോകുന്നത്. അത് ഫൈസൽ മൗലവി തന്നെ നേരത്തെ വിശദീകരിച്ചു. ഫാത്തിഹ അറബി അല്ലാത്ത ഭാഷയിൽ ഓതുന്നിടത്ത് ഉള്ള ഖിലാഫ് 3 അഭിപ്രായങ്ങൾ ഇമാം കാസാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഖിലാഫ് അനുസരിച്ച് തന്നെയാകുന്നു ഇദാ തശഹദ ഔ ഖതബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയത്തി എന്നാണ് അവിടെയുള്ള ഇബാറത്ത്. അപ്പോ മലയാളമല്ലാത്ത ഭാഷ, അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതുന്നത് അതിന്റെ സിഹത്ത് ഖിലാഫ് അനുസരിച്ചാകുന്നു. അവിടെയുള്ള ഷർത്തിന്റെ ജവാബ് കളയപ്പെട്ടതാണ്. വശർതു യുഗ്നി അൻ ജവാബിൻ ഖദ് ഉലിം വൽഅക്സു ഖദ് യഅതി ഇനിൽ മഅനാ ഫുഹിം. ഇമാം നവവി തങ്ങളുടെ ഉസ്താദായ ഇബ്നു മാലിക് തങ്ങളുടെ ലോകപ്രസിദ്ധ നഹ്വി ഗ്രന്ഥമായ അൽഫിയത്ത് ഇബ്നു മാലിക്കിന്റെ 706-ാമത്തെ ബൈത്തിൽ ഷർത്ത് ചിലപ്പോൾ ജവാബ് കളയപ്പെടുകയും ഷർത്ത് ഉണ്ടാവുകയും ചെയ്യും. ആ അർത്ഥത്തിലാണ് ഇവിടെ ഉള്ളത്. അത്
ഫൈസൽ മൗലവിക്ക് തിരിഞ്ഞില്ല, അല്ലെങ്കിൽ ഈ പുസ്തകം ഉണ്ടാക്കിയ ആളുകൾ മൂപ്പരാൾക്കാർ തന്നെയാണ്, ഓൽക്ക് തിരിഞ്ഞില്ല. കാരണം നെഹുവൊന്നും ബോധമില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, നോക്കുമ്പോ ജവാബ് കാണുന്നില്ല. അപ്പോഴാണ് അപ്പൊ നല്ലൊരു ഐഡിയ ഉണ്ട്. ഈ വലവ് കണ്ട് മാറ്റിക്ക് ഒരു ഔ അങ്ങോട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അവസാനം ഒരു ജവാബ് അങ്ങോട്ട് കിട്ടും. കാന യജൂസു ബിൽ ഇജ്മായി. അയ്യടാ, അപ്പം വെള്ളിയാഴ്ചത്തെ ഖുതുബയും അറബി അല്ലാത്ത ഭാഷയിൽ ഓതിക്കഴിഞ്ഞാല് അപ്പൊ ഇജ്മാവോട് കൂടെ അനുവദനീയാകുന്നു കിട്ടും. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ ഔ അമ്മന എന്ന് ആക്കി. എന്നിട്ട് ഇവിടെ ഞാൻ പറഞ്ഞത് ഈ പുസ്തകത്തിൽ കൊടുത്ത ഇബാറത്ത് ദി ഐനിഹി അതേ രൂപത്തിൽ ബദായുസനായിൽ ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്, അത് അവര് തന്നെ സമ്മതിച്ചു. ബദായുസനായിൽ ഈ പുസ്തകത്തിൽ കൊടുത്ത രൂപത്തിൽ ഇല്ല. പിന്നെ ഔ മാറിയിട്ട് വലുവാക്കിയതല്ലേ. പിന്നെ അങ്ങനെ ഇവിടെ കണ്ടപ്പോ പിന്നെ ചെയ്ത പണി എന്താ, ആ ഔന് അർത്ഥം വെക്കാതെ വലവ് എന്നുള്ളത് ആയത്തിന്റെ അർത്ഥാക്കിയിട്ട്, അതായത് വലവ് അമ്മനെ വിൽവാലിച്ചെത്തി പേർഷ്യൻ ഭാഷയിൽ ആമീൻ ചൊല്ലിയാലും എന്നാക്കി. എന്നാ പുസ്തകത്തിൽ അങ്ങനെയല്ല പണ്ട് അർത്ഥം എഴുതിയത്. പുസ്തകത്തിൽ അന്ന് എഴുതിയ അർത്ഥം അതല്ല. ഇവിടെ കുടുങ്ങിയപ്പോ അർത്ഥം മാറ്റി. ഇനി വേറെടുത്ത് കുടുങ്ങുമ്പോ വേറെ അർത്ഥം. ഇതാണ് നിങ്ങൾ എന്നത്തെയും പരിപാടി. കുടുങ്ങുന്നു കണ്ടപ്പോ ഇടക്കൊരാളെ കയറ്റി ഒരു അരമണിക്കൂർ അവിടെ എന്താണ് ഒരു ആശ്വാസത്തിന് കൂൾ ഓഫ് ടൈം അതുണ്ടാക്കിയെടുത്തു. സത്യത്തിൽ ഇവിടെ കൂടിയ എല്ലാ ആളുകളും മനസ്സിലാക്കണം, ഈ പുസ്തകത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞു. ഇജ്മാ ഇല്ല. കാരണം ഇജ്മാ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ വാലാഹാദൽ ഖിലാഫി എന്ന് പറയും? ഇജ്മാ ഉള്ള വിഷയത്തിൽ ഖിലാഫ് ഉണ്ട് എന്ന് പറയോ? വൈരുദ്ധ്യം പറയുന്ന ആളാണോ ഇമാം കാസാനി? വാലാഹാദൽ ഖിലാഫി എന്ന് തുടക്കത്തിൽ പറയാ, കാന യജൂസു ബിൽ ഇജ്മായി എന്ന് അവസാനവും പറയാ. അപ്പൊ ഖിലാഫോട് കൂടെ ഇജ്മാവോട് കൂടെ യജൂസു അനുവദനീയാകും. എന്ത് പൊട്ടത്തരമാണ് എനിക്ക് ചോദിക്കും മൗലവി, എന്താണ് ഇത്? എന്നിട്ട് അവിടെ നിന്നിട്ട് വ്യാഖ്യാനിക്കുകയാണ്. ഇങ്ങനെ ഒരു ഇബാറത്ത് ബദായുസനായിൽ ഇല്ല. എന്നിട്ട് അവിടെ കഴിഞ്ഞു അത്. എന്നിട്ട് പറയാണ് വലവു അമ്മന. ഇമാം കാസാനി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതേതായാലും ഖിലാഫ് ഉണ്ട്, ഖുതുബയിലും തശഹുദിലും ഖിലാഫ് ഉണ്ട്. ഇനി അതിനുശേഷമുള്ള വലവു അമ്മന ബിൽ ഫാരിസിയത്തി ഔസമ്മന്റെ നബി അങ്ങനെ തുടങ്ങിയ ആ വിഷയങ്ങളൊക്കെയോ അത് കാന യജൂസു ബിൽ ഇജ്മാ, ഇജ്മാവോട് കൂടെ അനുവദനീയാകുമെന്നാണ് ഷാഫി മദ്ഹബുകാരനല്ലോ ഹനഫി മദ്ഹബുകാരനായി ഇമാം കാസാനി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടോ ഇനി ഇവര് ഈ ഖിലാഫ് അനുസരിച്ചിട്ടാണ് ഖുതുബ അറബി ഭാഷ അല്ലാത്ത ഭാഷയിൽ ഓതുന്നതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഫാത്തിഹയും അറബി അല്ലാത്ത ഭാഷയിൽ ഓതണ്ട മൗലവി. അതെന്താ അവിടെ ഖിലാഫ് പരിഗണിക്കാത്തത്? ഇങ്ങനെ കട്ടും മുറിച്ചും വാലാഹാദൽ ഖിലാഫി കട്ടു വലവ് അമ്മന എന്നുള്ളടുത്ത് വലവ് വെട്ടി ഔ അമ്മനാക്കി. ഷർത്തിന്റെ ജവാബ് കാണാത്തപ്പോ അന്തം വിട്ട് മേപ്പെട്ട് നോക്കി. അവസാനം കാന യജൂസു ബിൽ ഇജ്മായി എടുത്ത് ജവാബ് ആക്കി. അൽഫിയ പഠിച്ചിട്ടില്ല, നെഹ്വ് തിരിഞ്ഞിട്ടില്ല, ഒക്കെ കഴിഞ്ഞിട്ടോ അവസാനം ഔ അമ്മന ബിൽ ഫാരിസിയാക്കിയിട്ട് പുസ്തകത്തിൽ കൊടുത്ത അർത്ഥം ഇങ്ങനെയാണ്, വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കുക, അതുമല്ലെങ്കിൽ പാർസിയിൽ ഖുതുബോദ്. അങ്ങനെ അവിടെ എഴുതിയത്. ഔവിന്റെ അർത്ഥം അതുമല്ലെങ്കിൽ ഔ എന്നുള്ള അർത്ഥം കൊടുത്തത്. ഇവിടെ എത്തിയപ്പോ പിന്നെന്ത് ചെയ്തു, വലവ് എന്നാണ് ഉള്ളത് എന്ന് കണ്ടപ്പോ അതിനനുസരിച്ച് അർത്ഥം വെച്ചു. അങ്ങനെ ഓതിയാലും പുസ്തകത്തിൽ എന്താ അന്ന് കണ്ടില്ലായിരുന്നോ? അപ്പൊ ഇത് എഴുതിയ ആള് നിങ്ങളാണെങ്കിൽ നിങ്ങൾ അന്ന് ഈ ഔ എന്നുള്ള ഇബാറത്തിനനുസരിച്ചിട്ടാണ് അർത്ഥം എഴുതിയിട്ടുള്ളത്. അപ്പൊ ഒരു അച്ചടി പിശകല്ല. അച്ചടി പിശകാണെങ്കിൽ അർത്ഥത്തിൽ പിശകുണ്ടാവൂല, അച്ചടിയിലെ പിശകുണ്ടാവുള്ളൂ. അപ്പൊ ഔ എന്ന് എഴുതിയിട്ട് അതിനനുസരിച്ചിട്ട് അർത്ഥം കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ എത്തിയപ്പോ വലവെന്ന് കണ്ടപ്പോ അതിനനുസരിച്ച് അർത്ഥം. ഇനി ചോദിക്കട്ടെ, ഇമാം കാസാനിക്ക് നെഹ്വ് തിരിയൂലേ, ഇബാറത്ത് തിരിയൂലേ? വലു എന്ന് അവിടെ ഇടേണ്ട ആവശ്യം എന്താ ഉള്ളത്? അതെന്താ ഒരു പേർഷ്യൻ ഭാഷയിൽ ആമീൻ ചെല്ലേണ്ടതിന് മാത്രം ഒരു ആയത്ത് ആമീൻ ചെല്ലിയാലും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തർക്കമുള്ള ഖുതുബക്കല്ലേ അത് കൊടുക്കേണ്ടത്? ഒന്നും തിരിഞ്ഞിട്ടില്ല, നെഹ്വ് തിരിയില്ല. അപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകളെ, ഇബാറത്ത് കക്കൽ പണ്ട് മുതലേയുള്ള പതിവാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ. പട്ട് നാദാപുരം സംവാദത്തിൽ ലാ കട്ടവരാണിവർ, പല സ്ഥലത്തും കട്ട്, എടമുട്ടൻ സംവാദത്തിൽ കട്ട് വായിച്ചവരാണിവർ, ഒരുപാട് സംവാദങ്ങളിൽ കട്ട് വായിച്ചവരാണിവർ. ഫീഹി ഇല്ലത്താനി, ഇയാൾ പണ്ട് ഹനീഫ മൗലവിന്റെ കൂടെ ഉള്ളപ്പോ ആലുവ സംവാദത്തിൽ ഫീഹി ഇല്ലത്താനി കട്ട് വായിച്ചവരാണിവർ. ഇമാം അൽബാനി എന്ന് ഇവർ വിശ്വസിപ്പിക്കുന്ന ഇവരുടെ നേതാവിന്റെ കിതാബുണ്ട്, സ്വന്തം ഇമാമിന്റെ കിതാബും തന്നെ കട്ടുവായിച്ചവരാണിവർ. അങ്ങനെയുള്ള ഇവരുടെ കട്ടുവായിക്കൽ പതിവാണ്. മുമ്പ് പേട്ടയിൽ നടന്ന ഒരു മുഖാമുഖത്തിലും കട്ടുകൊടുത്തവരാണിവർ, ഇമാം അസ്കലാനിയുടെ ഇബാറത്ത്. അതുപോലെ ഇവിടെ വാലാഹാദൽ ഖിലാഫി എന്നത് കട്ടു ഒന്ന്, വലവ് അമ്മനെടുത്ത് കട്ടു എന്ന് മാത്രമല്ല കട്ട് മുറിച്ചു കട്ടാൻ പേസ്റ്റ് നടത്തി, രണ്ട് പേസ്റ്റ് നടത്തിയെന്ന് മാത്രമല്ല അതിനനുസരിച്ച് ദുർവ്യാഖ്യാനിച്ചു. അങ്ങനെ എല്ലാ മൗലവിമാരും കൂടി ഉരുട്ടി ഒരു ഇജ്മാ അങ്ങനെ ഉരുട്ടി ഉണ്ടാക്കിയെടുത്തു. ഇതാണ് ചോദ്യത്തിൽ തുടക്കത്തിൽ ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ഒരു ഇജ്മാ ഉണ്ടോ? ഇല്ലേ, ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വാലാ ഹാദൽ ഖിലാഫ്, ഈ ഖിലാഫ് അടിസ്ഥാനത്തിൽ എന്ന് പറയൂല. സാധാരണക്കാർക്ക് ഞാൻ പറയട്ടെ, ഇജ്മാ എന്ന് പറഞ്ഞ പണ്ഡിത ഏകോപനം എന്നാ.
ഏകോപനം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടെ ഏകോപിക്കുക, പിന്നെ അവിടെ ഖിലാഫ് ഉണ്ടാവില്ല, പിന്നെ ഖിലാഫ് അനുസരിച്ച് ഇജ്മാവോട് കൂടെ സ്വയ്യാകും എന്ന് പറഞ്ഞ് എന്ത് അടിസ്ഥാനാണ് അതിനിതിലുള്ളത്? അപ്പൊ ഇത്ര വലിയ പൊട്ടത്തരാണ് ഈ പുസ്തകത്തിൽ. ഇത് കേവലം ഒന്നാണ്. ഈ പുസ്തകത്തിന്റെ ഓരോ പേജ് മറിക്കുമ്പോഴും മുഴുവനും ഇതുപോലെ കട്ടും മുറിച്ചും പൊട്ടത്തരാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടുമുറിക്കൽ പരിപാടികളാണ്. ഇങ്ങനെ കട്ടിട്ടും മുറിച്ചിട്ടും നിന്നാലേ വഹാബി പ്രസ്ഥാനം നിലനിൽക്കൂ എന്നുള്ള ബോധം ഇവർക്കുണ്ട്. യഥാർത്ഥത്തിൽ ഇബാറത്ത് വായിക്കുമ്പോ പേടിയുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കൊരാളെ കയറ്റിയത്. അല്ലെങ്കിൽ ഒരു വിഷയം പൂർത്തിയായിട്ട് പോരെ അടുത്ത ചർച്ച. അപ്പൊ അത് നടക്കൂല എന്ന് തോന്നിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ കട്ടുമുറിച്ചുകൊണ്ടുള്ള പരിപാടി, നിങ്ങൾ നല്ലത് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ പ്രബോധനം ഇനി ഞങ്ങൾ വിടില്ല. ഓരോ സ്ഥലങ്ങളിലും ചെന്ന് നിങ്ങൾ ഈ കട്ടുമുറിച്ചു കൊടുക്കുന്ന ഇബാറത്തുകൾ ഞങ്ങൾ പിടിക്കും. നിങ്ങൾ ഇമാമിങ്ങളുടെ പേരിൽ കളവ് പറയാൻ സമ്മതിക്കില്ല. വാലാഹാദൽ ഖിലാഫി എന്തിന് കട്ടോ? വലോ അമ്മനെ എടുത്ത് ലവ് മാറ്റി എന്തിന് ഔവമ്മനാക്കി? അങ്ങനെ ഔവമ്മനാക്കിയിട്ട് പിന്നെ എന്തിന് അവിടെ ഔവിന് അനുസരിച്ച് അർത്ഥം കൊടുത്തു, ഇവിടെ വലവ് കണ്ടപ്പോ നിങ്ങൾ ഇങ്ങനെ അർത്ഥം കൊടുത്തു. ഈ പുസ്തകം എഴുതിയ മൗലവിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടിച്ചിട്ടില്ലേ? അതുകൊണ്ട് എന്റെ ചോദ്യം ആവർത്തിക്കുന്നു. ഇമാം കാസാനി ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഇല്ലാന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ ഉത്തരം മുട്ടിക്കാനുള്ള ചോദ്യമാണ്. തൈജീസിന്റെ ചോദ്യം എന്ന് പറയാം. ആ നിലക്ക് ചോദിച്ചാണ്. ഉണ്ടോ? ഇല്ല. ഈ ഭാഗത്തോണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ വിഷയം അങ്ങനെ തന്നെ ബാക്കിയാണ്. അതായത് ഈ പുസ്തകത്തിൽ കൊടുത്ത ഇബാറത്ത് അതേ രൂപത്തിൽ എവിടെ ഒരു ബദായുസ്വലായിന്റെ മൊബൈലിലുള്ള വരുന്ന പ്ലേ സ്റ്റോറിലുള്ള കോപ്പിയിലും ഇല്ല, നെറ്റിലടിക്കുമ്പോൾ കിട്ടുന്ന PDF-ലും ഇല്ല, മക്തബ് ഷാമിലയിലും ഇല്ല, ഞങ്ങളുടെ കോളേജിലുള്ള കൈ എടുക്കുന്ന പ്രിന്റിംഗ് പ്രതിയിലും ഇല്ല. എവിടെയും ഇല്ലാത്ത ഇബാറത്ത് കട്ടുകൊടുത്ത് അവിടെ കളവർത്ഥം കൊടുത്ത് ഇവിടെ എത്തിയപ്പോൾ ദുർവ്യാഖ്യാനിച്ച് പെടുമെന്ന് കണ്ടപ്പോൾ ഇടയിൽ ഒരാളെ കയറ്റി അരമണിക്കൂർ കൂൾ ഓഫ് ടൈം പ്രഭാഷണം നടത്തി. ഇവിടെ ഇങ്ങനൊരു ദീനി പ്രബോധനം നടത്തി. ഇതാണ് ഇസ്ലാമിക ദീനി എന്ന് പഠിപ്പിക്കാൻ നിങ്ങളെ വിടില്ല മൗലവിമാരെ. ഏതായാലും നിങ്ങളെ ശമ്പളം തന്ന് പറഞ്ഞയച്ചാക്ക് മുതലായി. ഭാവിണ്ട്, ഇൻഷാ അല്ലാഹ് നല്ലതാണ്. എന്തായിരുന്നാലും ഭാവിണ്ട്. ഏതായാലും മുസ്ലിയാരെ കുറച്ച് ഇഞ്ഞിരിക്കുള്ളത് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒന്നും തിരിയൂലെങ്കിലും നല്ലോണം തിരിക്കാൻ പഠിച്ച ആളാണ്. നിങ്ങൾക്ക് 10 തന്നു, നിങ്ങൾ പറഞ്ഞു, പല ആള് പറഞ്ഞല്ലോ. ഞാൻ അടുത്ത കൊടുക്കി 10 മിനിറ്റ് നിങ്ങൾ ചോദിച്ചു തന്നു. അദ്ദേഹം 10 മിനിറ്റ് ചോദിച്ചു, ആ 10 കൊടുത്തു. ഇനി നിങ്ങൾ ചോദിക്കാൻ പാടില്ല. സഹോദരന്മാരെ, ഇവിടെ അദ്ദേഹം 10 മിനിറ്റ് അദ്ദേഹത്തിന് സമയം ചോദിച്ചു. ഇവിടെ അദ്ദേഹം 10 മിനിറ്റ് സമയം ചോദിച്ചു. ആരും ശബ്ദമുണ്ടാക്കാതെ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ കേട്ട് അദ്ദേഹത്തിന് സമയം കൊടുത്തു. ഇനി അടുത്ത ആൾ ചോദിക്കട്ടെ. അവിടെ ആ സലഫി പ്രവർത്തകന്മാരിരിക്കുക. അടുത്തത് ആർക്കാണ് ചോദിക്കാനുള്ളത്? അയാൾ വന്നിരിക്കേ. അയാൾ വന്നിരിക്കട്ടെ. ആർക്കാ ചോദിക്കാനുള്ളത്? അയാളല്ലാതെ മറ്റൊരു ഉസ്താദ് ചോദിച്ചോട്ടെ. അയാള് 10 മിനിറ്റ് ചോദിച്ചിട്ട് 10 മിനിറ്റ് പൂർണ്ണമായിട്ട് ആരും ഇടപെടാതെ അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള അവസരം കൊടുത്തു. ഇവിടെ ഫൈസൽ മൗലവി സംസാരിക്കുമ്പോ ഉസ്താദുമാരുടെ സ്വഭാവവും പെരുമാറ്റവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹു അക്ബർ.